ആയുഷ് PHC ചെറുപുഴ, ആയുഷ് PHC പ്രാപ്പോയിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. ഇന്ന് രാവിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിക്ക് പ്രാപ്പോയിൽ PHC മെഡിക്കൽ ഓഫീസർ പ്രവീൺ PR സ്വാഗതം പറഞ്ഞു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഭാരതത്തിന് പുറത്തുമുള്ള എല്ലാ രാജ്യങ്ങളിലും ആഘോഷിക്കുന്നത്. ജൂൺ 21 തന്നെ യോഗാ ദിനമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പകൽ ദൈർഘ്യമുള്ള ഒരു ദിവസമാണ്. സൂര്യൻ ഏറ്റവും കൂടുതൽ ദൈർഘ്യമായി നിൽക്കുന്ന ഒരു ദിനമാണ് ജൂൺ 21. നമുക്കറിയാം, നമ്മളെല്ലാം തിരക്കേറിയ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ്. എന്തുകൊണ്ടും ആ ഒരു സാഹചര്യത്തിൽ മാനസികമായ സംഘർഷങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. അതിനെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള യോഗാ പരിശീലനം ഏറെ നല്ലത് തന്നെയാണ്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നതിന് ഭാഗമായാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാനും ശരീരത്തെയും കൂടുതൽ ഉന്മേഷമാക്കുവാനും ഒക്കെ ഈ യോഗ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. യോഗ ഒരു വ്യായാമം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അത് നമ്മളിലേക്ക് തന്നെയുള്ളൊരു യാത്രയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനൊക്കെയാണ് നമ്മൾ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗാ ദിനാചരണത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. 2014 അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയിൽ യോഗാ ദിനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുകയും അന്ന് യോഗ ദിനമായിട്ട് ആചരിക്കാൻ ഒരു ദിവസം വേണമെന്ന് ആവശ്യപ്പെടുകയും ഇങ്ങനെ വളരെ പ്രാധാന്യത്തോടുകൂടി ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യുകയും 2014 തന്നെ തീരുമാനമെടുത്തുകൊണ്ട് 2015 ജൂൺ 21 മുതൽ ഏകദേശം 177 രാജ്യങ്ങൾ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അഭിമാനമായി മാറിക്കൊണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടും ആ ഒരു ദിനം യോഗാ ദിനം ആചരിക്കുകയുണ്ടായി. യോഗ ക്ലാസ്സിന് യോഗ ഇൻസ്ട്രക്ടർ രശ്മി KV നേതൃത്വം നൽകി. പഞ്ചായത്ത് സെക്രട്ടറി വിറ്റാജ് തോമസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലീന വില്യംസ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസ അറിയിച്ചു. ചെറുപുഴ ആയുഷ് PHC മെഡിക്കൽ ഓഫീസർ മനീഷ M നന്ദി പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കൈകൾ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇരു കൈകളും നമ്മുടെ ഇരു കവിളുകളിലും അതുപോലെ തന്നെ നെറ്റിയിലും ആ കൈകളിൽ ചൂടുന്ന കണ്ണുകളിലും നൽകിയിട്ട് സാവധാനം ഒന്ന് ആ കൈവെള്ളം നോക്കിയിട്ട് സാവധാനം ഒന്ന് കണ്ണുകളും ത്തേക്ക് വിടുമ്പോൾ ഉദരഭാഗം താഴ്ന്നു വരുന്നതും മനസ്സുകൊണ്ടൊന്ന് നിരീക്ഷിക്കുക. അതിനുശേഷം നമ്മുടെ 2 കൈകൾ പരസ്പരം ചേർത്ത് വെച്ചിട്ട് വയറിൻ്റെ മുകളിൽ നമ്മുടെ ഉദരഭാഗത്തിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇരു കൈയുടെ മുകളിലും കൈകൾ വയ്ക്കുക. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് എല്ലാം തന്നെ പരിഹാരമുള്ള ഒരു മെഡിക്കൽ ശാസ്ത്രശാഖ തന്നെയാണ് യോഗ എന്ന് പറയുന്നത്. ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ശ്വസന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ക്ഷമത കൂട്ടുന്നതിനുള്ള ഇതാണ് ഈ യോഗ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഒരു ജീവിത ശൈലിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. അസുഖം വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കുന്ന പോലെ അതിന്റെ കൂടെ തന്നെ യോഗയും ചെയ്തു കഴിഞ്ഞാൽ അത്രമാത്രം റിസൾട്ടാണ്. ഇപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല, പഠനങ്ങളിൽ കൂടി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് സതീശൻ അവർക്ക് യോഗത്തിന് പേര് നന്ദി പറയുന്നു. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസനീയമായ ചികിത്സയും 24 മണിക്കൂർ അത്യാഹിത സേവനവും. ജനറൽ മെഡിസിൻ, ENT, ഫിസിയോതെറാപ്പി, ശിശുരോഗ വിഭാഗം, ECG, ലാബ്, ഫാർമസി തുടങ്ങി സമഗ്ര ആരോഗ്യ സേവനങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് മലബാർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാടിയൊട്ടിച്ചാൽ കരുതലോടെ ആരോഗ്യത്തിന്റെ നേർരേഖ.